രാഹുൽ മാങ്കൂട്ടത്തിന് മൂന്നാമത്തെ കുരുക്ക് വന്നു. ഇന്നലെ രാത്രി 12:30 പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അദ്ദേഹത്തിനെ അവിടെ നിന്ന് നേരെ പത്തനംതിട്ട AR ക്യാമ്പിന് അടുത്തേക്ക് കൊണ്ടുപോയി. ഈ മൂന്നാമത്തെ കേസും വിദേശത്തുള്ള ഒരു ലേഡി കൊടുത്ത ഓൺലൈൻ പരാതിയിലാണ്. അവരിന്നോ നാളെയോ നേരിട്ട് മൊഴി കൊടുക്കാൻ വരും എന്നാണ് വരുന്ന വാർത്തകൾ. അവരെ ആയിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അവർ തിരുവല്ലക്കാരിയാണ്. ഭർത്താവുമായിട്ട് പിണങ്ങി. ഭർത്താവുമായിട്ട് ആ പ്രശ്നം തീർക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇടപെട്ടു. അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. അവരിലൊരു കൊച്ചുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് വരുന്ന വാർത്തകൾ. ഇത് മൂന്നാമത്തെ കേസാണ് രാഹുലിനെതിരായിട്ട്. 3 കേസിലും കൊച്ചുണ്ടാകണം എന്ന് തന്നെ കരുതിയാണ് രാഹുൽ ഇവരുമായിട്ട് ബന്ധപ്പെടുന്നതെന്നാണ് 3 സ്ത്രീകളുടെയും പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഈ പരാതികളെല്ലാം കോമൺ ആയിട്ട് ഒരാൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ, ഒരു അഡ്വക്കേറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണഗതിയിൽ ആണുങ്ങൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രഗ്നൻസി ഉണ്ടാകാതിരിക്കാനാണ് അവരെല്ലാം ശ്രമിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിന് വിരുദ്ധമായി ഇങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ശേഷം കുട്ടി ഉണ്ടാകണം തനിക്ക് അവരിൽ എന്ന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം പറയുന്നതായിട്ടാണ് 3 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വന്നിരിക്കുന്ന വാർത്തകൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ IG പൂങ്കോഴിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട വെച്ച് ചോദ്യം ചെയ്യും എന്നാണ് വരുന്നത്. ഇപ്പം വന്നിരിക്കുന്ന ലേഡി വിദേശത്താണ്. അവർ രാഹുൽ മാങ്കൂട്ടത്തിന് വിദേശത്തേക്ക് വരാനായിട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വില കൂടിയ ഷൂ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലതും അങ്ങേര് ഇവരിൽ നിന്ന് വാങ്ങിച്ചെടുത്തു എന്നും വാർത്ത വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന അവർക്ക് പല ആൾക്കാരും ഇതുപോലെയുള്ള സാമ്പത്തിക സഹായങ്ങൾ, അതുപോലെ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ പല സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം. രാഷ്ട്രീയക്കാരുടെ എല്ലാ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് പിടിച്ചു പറിക്കുമ്പോഴാണ് ഓഫൻസ് ആകുന്നത്. ഇവിടെ അവർ തമ്മിലുള്ള ലോഹിത്യ സമയത്ത് ഇദ്ദേഹത്തിന് വിദേശയാത്ര നടത്താനും സാമ്പത്തിക സഹായം ഇലക്ഷൻ സമയത്തും അതുപോലെ തന്നെ ഡ്രസ്സും മറ്റ് ചെരുപ്പും വാച്ചും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതൊരു ക്രിമിനൽ ഒഫൻസിൻ്റെ പരിധി വരുന്ന കാര്യങ്ങളല്ല. ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് മൂന്നാമത്തെ ഈ പെൺകുട്ടിയും പറയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി അവിടെ ഒത്തുതീർപ്പിന് വന്ന് ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചു, ഇവർ പ്രഗ്നൻ്റായി, ക്രിമിനൽ അബോർഷൻ നടത്തി. അങ്ങനെ നടത്തിയതിൻ്റെ ഫീറ്റസ് ഇവരിപ്പോൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. നമുക്ക് ഈ ക്രിമിനൽ ഒഫൻസ് മിസ്കാരിയേജ് ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ BNS 312 അത് പറയുന്നത്. BNS 88 മിസ്കാരേജ് നടത്താൻ സ്ത്രീകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പുരുഷനും അവരുമായിട്ട് ബന്ധപ്പെട്ട അവകാശം, അവർക്ക് ലീഗലായിട്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരും അത് പരിശോധിക്കണം. ക്രിമിനൽ ഒഫൻസ് ആണ് എന്ന് കരുതി ആരെയും കയറി ഈ മിസ്കാരേജിന് കയറി അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം 1971 ഇന്ത്യൻ മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അത് വിവിധ ലെവലിൽ വിവിധ സാഹചര്യങ്ങളിൽ പ്രഗ്നൻസി ഉണ്ടാകുമ്പം അത് മിസ്കാരേജ് നിയമവിധേയമാകുന്ന ഒരു വകുപ്പാണ് 1971 മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട്. അതിന് പിന്നാലെ വീണ്ടും അത് ലഘൂകരിച്ചു. 2003 മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി റെഗുലേഷൻ ആക്ട് വീണ്ടും അത് പുതുക്കി 2003 അത് വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കുറേ 2003 മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ടിൻ്റെ അതിന് ചില ഭേദഗതികൾ വീണ്ടും 2021. അപ്പോൾ 1971 2003 1921 ഇതുപോലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കളയാനായിട്ടുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് പറയുന്നത്. അത് ലഘൂകരിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ. പക്ഷേ ബലം പ്രയോഗിച്ച ഒരു സ്ത്രീയെ കൊണ്ടുപോയി അവരെ മിസ്കാരേജ് നടത്തിയാൽ കുറ്റകരം തന്നെ. പക്ഷേ ബലപ്രയോഗം അല്ലാതെ വിത്ത് കൺസെൻറ്റോടുകൂടി അവർ നേരത്തെ കല്യാണം കഴിച്ച സ്ത്രീ ആയാലും ശരി,
അങ്ങനെയുള്ള സ്ത്രീകളും ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടായാൽ അത് ടെർമിനേറ്റ് ചെയ്ത് കളയാൻ രണ്ടുപേരും കൂടെ സമ്മതം ഉണ്ടെങ്കിൽ അതിന് ഇന്ത്യയിൽ അതൊരു പണിഷ്മെൻ്റ് അല്ല. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് മെഡിക്കൽ ടെർമിനേഷൻ നടത്താം. നമുക്കറിയാമല്ലോ, ഇല്ലീഗൽ പ്രഗ്നൻസിയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായ സ്ത്രീ ആയാലും ശരി, അവർക്ക് അത് ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 9 മാസമാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 9 × 30 270 ദിവസം. അങ്ങനെ ആവറേജ് നമുക്ക് അങ്ങനെ കൂട്ടാം. പക്ഷേ 20 ആഴ്ച വരെയുള്ള പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ നിയമവിധേയമാണ്. ഹൈക്കോടതി സമ്മതിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞാൽ 140 ദിവസം. ചില കേസുകളിൽ അത് 24 ആഴ്ച വരെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം. ഹൈക്കോടതി അനുവദിച്ചിട്ട് 188 ദിവസം. അപ്പം നിയമവിധേയമായി അല്ലെങ്കിൽ ആ പ്രഗ്നൻ്റായ ലേഡിയും ആ പ്രഗ്നൻസിക്ക് കാരണക്കാരനായ വ്യക്തിയും അവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതിന് അത് നിയമവിധേയമായി ചെയ്യാം. അതിന് തടസ്സമില്ല. 18 വയസ്സിനകത്തുള്ള മൈനർ കുട്ടികൾ ഇതുപോലെയുള്ള ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് മറ്റ് പയ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരു പ്രഗ്നൻസി ഉണ്ടായാൽ ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ കളയുന്നതിന് നിയമവിധേയമായി കളയാൻ സാധിക്കും. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെയ്യും. അതിന് പോലീസിനെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ ഡോക്ടർക്ക് ചെയ്യാം. മൈനർ കുട്ടിയാണെങ്കിൽ അത് ഇല്ലീഗലായിട്ട് ആ കുട്ടി ഗർഭം ധരിച്ചു, കുട്ടികൾക്ക് അറിവില്ല, മറ്റ് കൂട്ടുകാരായ അവരുമായിട്ട് ഇങ്ങനെ ഒരു ചില ലൈംഗിക ബന്ധങ്ങളൊക്കെ അവർ മൈനറായ കുട്ടികൾ ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ അത് ആ കുട്ടി ഡെലിവറി അമ്മയാകാനുള്ള പാകതയും പക്വതയും ആ കുട്ടിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് ഡോക്ടർക്ക് ടെർമിനേറ്റ് ചെയ്ത് കളയാനുള്ള അധികാരമുണ്ട്. അതൊരു ക്രിമിനൽ ഓഫൻസ് അല്ല. അത് പോലീസിനെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇല്ലീഗൽ പ്രഗ്നൻസി ഉണ്ടായെന്നും അത് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്നും അതിൻ്റെ ഫീറ്റസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും നിയമവിരുദ്ധമായി അവർ കല്യാണം കഴിച്ചവരാണ്. അതിനുശേഷം അവർ ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ട ഇടപെട്ടു. അതിനുശേഷം ഇവരുമായിട്ട് അടുത്തു. അതിനുശേഷം അയാൾ ക്രൂരമായി അവരെ പീഡിപ്പിച്ച് അവരിൽ ഒരു കുട്ടി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിച്ചെന്നും അങ്ങനെ ആണ് പിന്നീട് അത് ക്രിമിനൽ അബോർഷൻ നടത്തി എന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ. പക്ഷേ ഇതേ രീതിയിലുള്ള 3 കേസുകൾ ഇതുവരെ രാഹുലിൻ്റെ പുറത്തായി. അതുകൂടാതെ ഇനിയും ധാരാളം വരും. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിത്ത് കൺസെൻറ്റോടുകൂടി ബന്ധപ്പെട്ട പലരും ഇപ്പോൾ രംഗത്ത് വരികയാണ്. 3 പേരുടെ കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു 8-10 എണ്ണം കൂടെ വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യാൻ ചില ആൾക്കാർക്ക് അടിയന്തരമായ ചില നടപടികളും ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അതുകൊണ്ട് കഴിവുള്ള ഒരു MLA ആണ്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിൽ അദ്ദേഹം മത്സരിക്കാതെ പാലക്കാട് പോയി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് അദ്ദേഹത്തിനോട് താല്പര്യം തോന്നി അദ്ദേഹത്തിനെ ജയിപ്പിച്ചു. അതുകൊണ്ട് 8-10 കേസുകൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്നാലും ശരി, അടുത്ത ഇലക്ഷനിൽ എവിടെ നിന്ന് മത്സരിച്ചാലും കഴിവുള്ള ആ വ്യക്തി ജയിച്ചു കയറി വരും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അറസ്റ്റ് തീർച്ചയായിട്ടും അത് 3ാമത്തെ കേസാണ്. അത് റിമാൻഡിലേക്ക് പോകും. അത് മിക്കവാറും അതിന് ജാമ്യം ആ കോടതിക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ. കാരണം ഈ മെഡിക്കൽ ടെർമിനേഷൻ ആക്ട് 1971, 2003, 2021 ഇത് 3ഉം കോടതി പരിശോധിക്കേണ്ടി വരും. കാരണം അതൊരു ക്രിമിനൽ അബോർഷൻ ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല. കാരണം അത് അവർ കല്യാണം കഴിച്ച സ്ത്രീയാണ്. അത് തന്നെയല്ല, അത് അയാൾ ബലം പ്രയോഗിച്ച് റേപ്പ് ചെയ്തെങ്കിൽ അന്ന് ആ റേപ്പിന് കേസ് കൊടുക്കണം. പിന്നെ അത് റേപ്പിനുള്ള കേസ് നിലനിൽക്കില്ല. ഇതുവരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. കാരണം വളരെ ഡിലേയ്ഡ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. അത് എന്നാണ് ഇവരുമായിട്ട് ഈ ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായെന്ന് ആ ഡേറ്റ് ഇപ്പം വ്യക്തമല്ല. എന്തായാലും അവർ ഇന്ത്യയിൽ വരും, ഇവിടെ വന്ന് മൊഴി കൊടുക്കും. സാമ്പത്തിക ലാഭം അവരിൽ നിന്ന് ഇദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറയുന്നത് വിത്ത് കൺസെൻറ്റാണ്. അതിനകത്തൊരു ഒഫൻസ് ഒന്നുമില്ല. അതേസമയത്ത് ഇദ്ദേഹം ക്രിമിനൽ അബോർഷൻ ഈ കേസിനകത്ത് നടത്തിയത് അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ, ആ സ്ത്രീയുടെ കൺസെൻറ്റ് ഇല്ലാതെ ക്രിമിനൽ അബോർഷൻ നടത്തിയോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം മാത്രമേ ഉള്ളൂ. അതിനുള്ള സാഹചര്യം ഇതിനകത്തില്ല. വിത്ത് കൺസെൻറ്റ് തന്നെയായിരിക്കാം. അവർ ആ ഫീച്ചേഴ്സ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് DNA പരിശോധിച്ചോട്ടെ, രാഹുലിൻ്റെ ആണോ വേറെ വല്ലവരുടെ ആണോ അവരുടെ ഭർത്താവിൻ്റെ ആണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇനി ധാരാളം വരാനുണ്ട് ലീഗലായിട്ട്. പക്ഷേ ഒരാളെ ഇങ്ങനെയുള്ള കേസിനകത്ത് കുരുക്കി റിമാൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.